പെണ്ണ് നാർസിസ്റ്റ് ആണെങ്കിൽ കാണിക്കുന്ന 5 ലക്ഷണങ്ങൾ മെഹുന പറഞ്ഞുതരാം. ഒന്ന്, ഇവളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് വരുന്ന അല്ലെങ്കിൽ ഇവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരാളുടെ കോണ്ടാക്റ്റും കൺട്രോളും ഇവൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അതിലെ ബെസ്റ്റ് ആയിട്ടുള്ള 3-4 പേരുടെ കൂടെ ഇവൾ ഒരേ സമയം കിടന്നു കൊടുക്കും. ഇവൾക്ക് കുറ്റബോധം എന്നൊരു ഫീലിംഗ് മനസ്സിലോട്ട് വരികയില്ല. ഇവർക്ക് പൈസ കൊണ്ട് മേടിക്കാൻ പറ്റുന്ന എന്തിനോടും ഒടുക്കത്തെ ആക്രാന്തമായിരിക്കും. എത്ര കിട്ടിയാലും മടുക്കില്ല. പക്ഷെ ജീവനുള്ള ഒന്നിനോടും ഒരു അറ്റാച്ച്മെന്റോ സിമ്പതിയോ കാണില്ല. ഇവരെ പൊക്കി പറഞ്ഞ ഹാപ്പി ആയിരിക്കും. നെഗറ്റീവ് പറഞ്ഞാൽ വൻ സീൻ ഉണ്ടാക്കും. പബ്ലിക്കിന്റെ മുമ്പിൽ എല്ലാം തികഞ്ഞ എല്ലാവരെ ഹെൽപ്പ് ചെയ്യുന്ന 2 നേരം പള്ളി പോകുന്ന നന്മ മരമായിരിക്കും. പക്ഷെ ഡോർ അടച്ചു കഴിഞ്ഞാൽ കള്ളിയങ്കാട്ട് നീലിയാണ്. ബേസിക്കലി നീ എന്റെ അടിമയാണ് എന്നൊരു ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ ഓരോ പ്രാവശ്യവും ക്ഷമിച്ച് വീണ്ടും ചാൻസ് കൊടുക്കുമ്പോൾ അവള് പറയും ഇനി ഇങ്ങനെ ഒന്നും റിപ്പീറ്റ് ചെയ്യില്ല, ഞാൻ നന്നായെന്ന്. പക്ഷെ അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇനി നിങ്ങൾ സഹികെട്ട് മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇവള് ലോകത്തെങ്ങും ഇല്ലാത്ത സ്നേഹം കാണിച്ച് കരഞ്ഞ് നിലവിളിച്ച് വന്ന് നിങ്ങളെ അവരിലേക്ക് തന്നെ അടുപ്പിക്കും. നിന്റെ കുറവുകളൊക്കെ ചൂണ്ടിക്കാട്ടി അവൾ നിന്റെ കോൺഫിഡൻസ് നശിപ്പിക്കും. എന്നിട്ട് അവളെ നിനക്ക് കിട്ടിയത് നിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്നൊരു ലൈൻ കൊണ്ടുവരും. അങ്ങനെ നീ അവൾക്ക് ടോപ്പ് പ്രയോറിറ്റിയും അറ്റൻഷൻ കൊടുക്കും. ഇനി അവളെങ്ങനെ നിന്നെ വിട്ട് പോയാലോന്നോർത്ത് എന്ത് പറഞ്ഞാലാണ് അവള് പൊട്ടിത്തെറിക്കുന്ന അറിയാതെ വളരെ പേടിച്ചായിരിക്കും നീ എപ്പോഴും അവളുടെ അടുത്ത് സംസാരിക്കുന്നത്. പിന്നെ അവൾ നിന്റെ റിയാലിറ്റിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. നീ അവളുടെ എന്തെങ്കിലും മിസ്റ്റേക്സ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നിനക്ക് ഓർമ്മയില്ലാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് പ്രൂവ് ചെയ്യാനുള്ള ഫേക്ക് എവിഡൻസ് ഒക്കെ കൊണ്ടുവന്ന് നിന്നെ കൺവിൻസ് ചെയ്ത് അവൾ തല നൈസായിട്ട് ഊരിയെടുക്കും. 4, അവൾ നിന്നെ ചൊറിയാനായിട്ട് വേറെ ആണുങ്ങളുടെ അടുത്ത് നിന്റെ കൺമുന്നിൽ വെച്ച് ഫ്ലേർട്ട് ചെയ്യും. വേറെ ആൾക്കാർ അവളെ പ്രപ്പോസ് ചെയ്യാൻ വന്നു എന്നൊക്കെ കഥയൊക്കെ പറയും. പിന്നെ ഇവൾ ലോകത്തെ ഏറ്റവും നല്ലവളാണ് എന്ന് നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാനായിട്ട് ഇവളുടെ അതേ സ്വഭാവത്തുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ ഇവൾ സീനിലിറക്കും. ഇനി നീ എങ്ങാനും ഇവളുടെ ഒരു വലിയ കള്ളം വിത്ത് പ്രൂഫ് പൊക്കി കഴിഞ്ഞാൽ അവൾ നീ പണ്ട് ചെയ്തൊരു മിസ്റ്റേക്ക് പൊക്കിക്കൊണ്ട് വന്ന് നീ അന്ന് അങ്ങനെ ചെയ്തുകൊണ്ടാണ് അവൾക്ക് ഇന്ന് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് അവൾ സോറി പറയിപ്പിക്കും. സ്വന്തം മിസ്റ്റേക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. 5, നിന്നെ നിന്റെ ഫ്രണ്ട്സിന്റെയും കൊളീഗ്സിന്റെയും ഈവൻ ഫാമിലിയുടെ അടുത്ത് വരെ അവൾ ഒറ്റപ്പെടുത്തും. അവൾ മാത്രമേ നിന്നെ സ്നേഹിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും നിന്നെ യൂസ് ചെയ്യാണെന്നൊക്കെ പറഞ്ഞ് നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യും. എന്നിട്ട് നിനക്കൊരു ഇമോഷണൽ സപ്പോർട്ട് വേണ്ടി വരുന്ന സമയത്ത് അവൾ സ്ട്രേഞ്ചറിനെ പോലെ പെരുമാറുകയും ചെയ്യും. ഇനി നിന്റെ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കോച്ചുമായി ഡിസ്കസ് ചെയ്യാം. ബയോ ലിങ്ക് കൊണ്ട് ക്ലിക്ക് ചെയ്യാം, നമുക്ക് ശരിയാക്കാം.